ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിസ്മയനെ ആരും മറന്നു കാണത്തില്ല. 2021 ജൂൺ 21 വിസ്മയ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധന പീഡനവും ഗാർഹ്യ പീഡനവും എല്ലാം ഏൽറ്റ ഒരു കുട്ടിയായിരുന്നു. ആളെ മറക്കാനായിട്ട് ആർക്കും ഇതുവരെ പറ്റിയിട്ടുണ്ടായിരിക്കത്തില്ല. 10 വർഷമാണ് വിസ്മയ കേസിൽ പ്രതിയായ കിരണിന് കിട്ടിയിരുന്നത്. അതിനുശേഷം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച് ഇപ്പോൾ പുള്ളിക്കാരൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജാനുവരി 12 അതായത് ജാനുവരി 12, 2026 രാത്രിയിലാണ് ഒരു സംഭവം അരങ്ങേറുന്നുണ്ട്. 4 യുവാക്കൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരികയും വിസ്മയ കേസിനെ പറ്റി പറഞ്ഞ് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഈ കിരണിനെ എടുത്തിട്ട് മർദ്ദിച്ച് അവശനാക്കി താഴെ ഇടുകയും കിരണിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഈ ഒരു ന്യൂസ് കണ്ടതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള പോസ്റ്റേഴ്സും കമൻസും ഒക്കെ ആ 4 പേർക്കുള്ള ബിഗ് സല്യൂട്ടായിരുന്നു. ആ 4 പേർക്ക് അഭിനന്ദനങ്ങൾ. ആ 4 പേരുടെയൊക്കെ ഒരിക്കലും കേസ് എടുക്കരുത്, അവർ ചെയ്യുന്ന നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ പോലീസ് പറയുന്ന വ്യാഖ്യാനം എന്ന് വെച്ചാൽ ഇത് വിസ്മയ കേസുമായി യാതൊരു ബന്ധവും ഇല്ലെന്നാണ് പറയുന്നത്. ഏതായാലും കയ്യടി കിട്ടി. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇത്രയൊരു ഒരാളെ മർദ്ദിച്ചിട്ട് കയ്യടി നേടിയ വേറൊരു കേസുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് ഒരാളെ മർദ്ദിക്കുമ്പോൾ നമ്മൾ കയ്യടി അല്ലല്ലോ കൊടുക്കുന്നത്, ആ 4 പേരെ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്തണം അങ്ങനെയൊക്കെ പറഞ്ഞാണ് സോഷ്യൽ മീഡിയ. പക്ഷേ സോഷ്യൽ മീഡിയ ഒറ്റാകെ ആഘോഷിച്ച് കൈയടിച്ച ഒരു സംഭവമാണിത്. അതായത് 4 പേർക്കും എതിരെ ആക്രമിക്കൽ, ആളിനെ ആക്രമിച്ച കേസ്, പരിക്കേൽപ്പിക്കുക, ഫോൺ കവർ ചെയ്യുക, അതിൻ്റെയൊക്കെയുള്ള ഒരു കേസ് എടുത്തിട്ടുണ്ട്. എനിവേ സോഷ്യൽ മീഡിയ ആഘോഷിച്ച ഒരു സംഭവമായിരുന്നു ഇത്. ആ 4 പേർക്കും ബിഗ് സല്യൂട്ടാണ് കൊടുക്കുന്നത്. 4 പേർക്കും ബിഗ് സല്യൂട്ട് എന്നാണ് കൊടുക്കുന്നത്. അപ്പം ഇതാരും അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കിതൊന്ന് റിയാക്ട് ചെയ്യണം തോന്നി. ബിക്കോസ് നമ്മുടെ ചുറ്റും വിസ്മയെ പോലെ അതിനുശേഷം ഒരുപാട് പേര് വന്നു. ഈ അടുത്തിടയ്ക്ക് ദുബായിലും ഷാർജയിലും ഒക്കെ മരിച്ച ഒരുപാട് പേര് വന്നു. ഇതേപോലെ തന്നെ പീഡനം അനുഭവിച്ച് മരിച്ച ഒരുപാട് പേര് വന്നു. ഇങ്ങനെ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ: സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ദോഷമായുള്ള ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുക, ഡിവോഴ്സ് ചെയ്യുക. നിങ്ങളുടെ വഴിക്ക് പോവുക. ബിക്കോസ് നിങ്ങൾക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. സൈഡോ കാര്യങ്ങളോ ചെയ്താൽ നിങ്ങളെ ഓർത്ത് വിഷമിക്കാനായിട്ട് നിങ്ങളുടെ പേരൻസ് ഉണ്ട്. വേറെ ആരും ഇല്ല എങ്കിലും നിങ്ങൾക്ക് പേരൻസ് ഉണ്ട്. അവരെ കണ്ണ് നിറയ്ക്കാതെ. കാരണം പേരൻസ് ഉള്ളപ്പം മക്കൾ മരിക്കുന്നത് അവർക്ക് ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യമാണ്. സോ നിങ്ങളെല്ലാവരും ഓർക്കുക ഈ ഒരു കാര്യം. എനിവേ ഐ എം വെരി ഹാപ്പി ആഫ്റ്റർ ഹിയറിംഗ് ദിസ് ന്യൂസ്. എനിവേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.